നമസ്കാരം. പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്ത ഒരു കടുത്ത തീരുമാനം സിന്ധു നദീജല കരാർ മരവിപ്പിക്കുക എന്നതായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗത്തിന് ശേഷമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതും വാഗ അതിർത്തി അടയ്ക്കുന്നതും പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതും അടക്കമുള്ള നിർണായകമായ തീരുമാനങ്ങൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പാകിസ്ഥാനെ ഗുരുതരമായി ബാധിക്കുന്നതുമായ നടപടിയാണ് സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറാനുള്ള ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാന് വലിയ വെല്ലുവിളി ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. 1960 സെപ്റ്റംബർ 19 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കറാച്ചിയിൽ വെച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പട്ടാള മേധാവി ജനറൽ അയൂബ് ഖാനും ഈ കരാറിൽ ഒപ്പിട്ടത്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന 6 നദികളുടെ ജലം വിനിയോഗിക്കുന്നത് ഈ കരാർ അടിസ്ഥാനമാക്കിയാണ്. സിന്ധു, ജലം, ചനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നിവയാണ് ഈ 6 നദികൾ. പാകിസ്ഥാന്റെ ജലവിതരണത്തിന്റെ 80% പടിഞ്ഞാറൻ നദികളെ ആശ്രയിച്ചാണ്, അതായത് സിന്ധു, ജലം, ചനാബ് എന്നീ നദികളെ. ഈ നദികളിലെ ജലം ഉപയോഗിച്ച് 18 ദശലക്ഷം ഹെക്ടറിൽ പാകിസ്ഥാൻ ജനങ്ങൾ കൃഷി നടത്തുകയാണെന്നാണ് കണക്കുകൾ. കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നതോടെ ഈ നദികളിൽ നിന്നുള്ള ജലപ്രവാഹം വഴിതിരിച്ചു വിടാനോ നിയന്ത്രിക്കാനോ ഒക്കെ കഴിയും. ഇത് പാകിസ്ഥാന്റെ ജലലഭ്യതയെ ഗണ്യമായി കുറയ്ക്കും. കറാച്ചി, ലാഹോർ തുടങ്ങിയ നഗരപ്രദേശങ്ങൾ രൂക്ഷമായ ജലക്ഷാമം നേരിടേണ്ടി വരും. നിലവിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാനാണ്. സിന്ധു ജല ഉടമ്പടി റദ്ദാക്കപ്പെട്ടാൽ വെള്ളം, കൃഷി, ഊർജം എന്നിവയ്ക്കായി സിന്ധു നദീതട സംവിധാനത്തെ അമിതമായി ആശ്രയിക്കുന്ന പാകിസ്ഥാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. സിന്ധു നദീതടത്തിലെ കൃഷി പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്ന് തന്നെ പറയണം. ഇത് GDPയുടെ 24% വരും. പാകിസ്ഥാൻ തൊഴിൽ വ്യവസ്ഥയുടെ 40% ഈ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ജലത്തിന്റെ കുറവ് ഗോതമ്പ്, അരി, പരുത്തി തുടങ്ങിയ വിളകളുടെ കൃഷിയെയും ഗുരുതരമായി നശിപ്പിക്കും. ഇത് ഭക്ഷ്യ അരക്ഷിതാവസ്ഥ, വിലക്കയറ്റം എന്നിവയ്ക്ക് വഴിയൊരുക്കും. ഒരുപക്ഷെ പാകിസ്ഥാനാകെ ക്ഷാമത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളുടെ വലിയൊരു ഭാഗം തരിശായി മാറുകയും ദശലക്ഷക്കണക്കിന് കർഷകർ പ്രതിസന്ധിയിലാവുകയും ഒക്കെ ചെയ്തേക്കാം. കൃഷിയും അനുബന്ധ വ്യവസായങ്ങളും തകരുന്നതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. നിലവിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇതുകൂടിയാവുമ്പോൾ അത് പാകിസ്ഥാന് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. ജലവൈദ്യുത ഉൽപാദനം കുറയുന്നത് ഊർജക്ഷാമം വഷളാക്കുകയും വ്യവസായങ്ങളെയും ജനങ്ങളെയും ഒക്കെ ബാധിക്കുകയും ചെയ്യും. ഈ പ്രവിശ്യകൾ കേന്ദ്രീകരിച്ചുള്ള തുണിത്തരങ്ങൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും ഇത് ബാധിക്കും. പാകിസ്ഥാനെ ബാധിക്കാൻ പോകുന്ന മറ്റൊരു തീരുമാനം വിസ നിർത്തലാക്കിയതാണ്. പാക് പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല. സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം പാക് പൗരന്മാർ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവാദവും ഉണ്ടായിരിക്കില്ല. പാകിസ്ഥാൻ പൗരന്മാർക്ക് മുൻപ് നൽകിയിട്ടുള്ള വിസകൾ റദ്ദാക്കിയതായി കണക്കാക്കും. നിലവിൽ വിസയിൽ ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ 48 മണിക്കൂറിനകം ഇന്ത്യ വിടണമെന്നാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.